ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ഹാപ്പി ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ജാസ്മിൻ്റെ പേരൻസ് അകത്ത് കയറിയിട്ടുണ്ട്. കയറി അവർ തിരിച്ചു പോയി. കുറേ ഡിസ്കഷൻ ജാസ്മിനുമായിട്ട്, കുറേ ആർഗ്യുമെൻറ്റ്സ്, കുറേ അഡ്വൈസ് എല്ലാം നടന്നിട്ടുണ്ട്. അതിനിടയിൽ മിസ്റ്റർ ഗബ്രിയുടെ ഫോട്ടോ, ഗബ്രിയുടെ മാല ഒക്കെ കീറിക്കളഞ്ഞിട്ടുണ്ട്. ഫോട്ടോ കീറിക്കളഞ്ഞു, മാല എടുത്ത് കളഞ്ഞു. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ മകളോട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ജാസ്മിൻ ഡെയിലി റിപ്പോർട്ട് കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും കഴിഞ്ഞിട്ട് ഗബ്രിക്ക്. എനിക്ക് തോന്നുന്നത് ഗബ്രി പോയി കഴിഞ്ഞിട്ടും ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇമേജ് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ട് സ്മാർട്ടായിട്ട് പ്ലേ ചെയ്യുന്നതും ആകാം, അങ്ങനെയും ആകാം, ആയിരിക്കാം. ചിലപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കോണ്ടാക്റ്റൊന്നും ഡെഫിനറ്റ്ലി ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം. ഗബ്രി വളരെ ക്രൂക്കഡായിട്ടുള്ള ഒരാളാണ്. ഇറങ്ങിയപ്പം ജാസ്മിനുമായിട്ട് ഇനി ഒന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ജാസ്മിൻ കത്തി കയറുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ആരും എതിർത്താലും ആരില്ലെങ്കിലും അവൾക്ക് ഞാനുണ്ട്, ഞാൻ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നുള്ളത് നമുക്ക് ശരിക്കും അറിയാം. ജാസ്മിൻ ഇമോഷണലി കുറച്ച് വീക്കാണ്. സ്നേഹത്തിന് വേണ്ടി ജാസ്മിൻ എന്ത് മണ്ടത്തരം കാണലും കാണിച്ചു വിട്ടു. അവിടെ മാത്രം ജാസ്മിന് ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്നറിയില്ല. ശരിക്കും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം. അങ്ങനെയുള്ള പേരൻസിൻ്റെ കുട്ടികൾ ഒന്നെങ്കിൽ ഭയങ്കര നോട്ടി ആയിരിക്കും, ഭയങ്കര ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിങ്ങനെ നോക്കാം നമുക്ക്.